അന്തിമ ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്ത് 14 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10ലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 15 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. കണ്ണൂർ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 5ഇടത്തും, കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 6ഇടത്തും, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 3 സീറ്റുകളിലാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചത്. തർക്കത്തെ തുടർന്ന് ഇന്നേക്ക് മാറ്റിവെച്ച 5 പത്രികകളിലാണ് ആന്തൂർ നഗരസഭയിൽ വെച്ച് ഇന്ന് പുനഃപരിശോധിച്ചത്. ഇതിൽ 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രികകൾ അംഗീകരിച്ചപ്പോൾ 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളി. ഒരു സ്ഥാനാർത്ഥി നേരിട്ടെത്തി പത്രിക പിൻവലിച്ചു. ഇതോടെ ആന്തൂർ നഗരസഭയിൽ 5 വാർഡുകളിൽ LDF എതിരില്ലാതെ വിജയിച്ചു. രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് കുരുക്കായി വീണ്ടും യുവതിയുടെ വാട്സപ്പ് ചാറ്റും ശബ്ദരേഖയും. രാഹുൽ മാങ്കുട്ടത്തിൽ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതുമായ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. നമുക്ക് കുഞ്ഞ് വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നത്. കടുവ സെൻസസിന് നിയുക്തരായ വനംവകുപ്പ് ജീവനക്കാർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉറപ്പുവരുത്തണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. 1-2 ദിവസം കൊണ്ട് കടുവകൾ കാടുവിട്ടു പോകില്ല എന്നിരിക്കെ സെൻസസ് തീയതി യുക്തിസഹമായി പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വനവകുപ്പ് മേധാവിക്കും ബിനോയ് വിശ്വം കത്തുകൾ അയച്ചു. ബോളിവുഡിന്റെ ഹിറ്റ് മേക്കർ പ്രശസ്ത നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു. അസുഖബാധിതനായി ദീർഘകാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ബോളിവുഡിൽ ഹീമാൻ എന്ന വിശേഷണമുള്ള ധർമ്മേന്ദ്രയുടെ ആദ്യ സിനിമ 1960 നവംബർ 4-ന് റിലീസ് ചെയ്ത ദിൽ ഭി തേര ഹം ഭി തേരെ ആണ്. 1961-ൽ പുറത്തിറങ്ങിയ ഷോ ഓർ ശബ്നം ആയിരുന്നു ധർമ്മേന്ദ്രയുടെ ആദ്യ വിജയ ചിത്രം. കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കാലിൽ തള്ളിയ കേസിൽ 1-ാം പ്രതിക്ക് വധശിക്ഷ. പുന്നപ്ര തെക്കേമഠം വീട്ടിൽ അനിത ശശിധരനെ കൊലപ്പെടുത്തിയ മലപ്പുറം നിലമ്പൂർ മുതുക്കോട് പൂക്കോട് വീട്ടിൽ പ്രബീഷിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. കേസിൽ ജാമ്യത്തിലായിരുന്ന 2-ാം പ്രതി കൈനകരി തോട്ടുവാതല പ്രതിശ്ശേരി വീട്ടിൽ രജനി മയക്കുമരുന്ന് കേസിൽ ഒഡീഷ രായ്ഖണ്ഡ് ജയിലിൽ റിമാൻഡിലാണ്. രജനിയെ നാട്ടിലെത്തിച്ച ശേഷം ശിക്ഷ വിധിക്കും. BJP നേതാക്കൾ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ലെന്നും അവരുടെ പേരുകൾ പുറത്തുവിടുമെന്നും തുറന്നടിച്ച് BJP നേതാവ് MS കുമാറിനെ അനുനയിപ്പിക്കാൻ BJP നേതൃത്വം. രാജീവ് ചന്ദ്രശേഖർ MS കുമാറിന്റെ വീട്ടിൽ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തി. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് നേതാക്കൾ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ലെന്നും അവരുടെ പേരുകൾ പുറത്തുവിടുമെന്നും MS കുമാർ നേരത്തെ തുറന്നടിച്ചിരുന്നു. കൊല്ലത്ത് ഭർത്താവ് ഭാര്യയെ ഗ്യാസ് കുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കരിക്കോട് അപ്പോളോ നഗറിലായിരുന്നു സംഭവം. കവിതയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യയുടെ 53-ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റെടുത്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ഇന്ത്യയോട് രേഖാമൂലം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. ഇക്കാര്യം ആവശ്യപ്പെട്ടുള്ള നയതന്ത്ര കുറിപ്പ് ഇന്ത്യക്ക് കൈമാറിയെന്ന് ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചു. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെയാണിത്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.